لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അല്ലാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു. ആയിഷ, നിന്റെ ഉപ്പ വന്നു. എവിടെ? എന്നാ ഞാൻ പോട്ടെ. മോനെ അലി, വാ നമുക്ക് പോകാം. ഇനി നാളെ കളിക്കാം. കുറച്ചുകൂടെ കളിക്കട്ടെ ഉപ്പ. മോനെ, നമുക്ക് ടൗണിൽ പോയി മഗ്‌രിബിന് മുമ്പ് വീട്ടിലെത്തണം. വേഗം വാ. ആയിഷ, അലിയെയും കൂട്ടി വേഗം വാ. അലി, ഉമ്മ വിളിക്കുന്നു, വേഗം വാ. ആരാ മുമ്പിലെത്താൻ നോക്കാം. ഞാൻ ഫസ്റ്റ്. ആയിഷ, വേഗം കയറൂ. ആയിഷാണോ? അല്ല, ആയിഷ താത്ത. അലിക്കാക്ക, ഞാൻ കയറിക്കോട്ടെ? ഓക്കേ താത്ത. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇനി നമ്മൾ പുതിയ ഡ്രസ് വാങ്ങാൻ പോകുന്നു. ഹായ്, ഏത് ഷോപ്പിലേക്കാ പോകുന്നേ? ഉപ്പ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ. അതെന്താലി? അയാൾക്ക് ചിരിക്കാനേ അറിയില്ല. ഇപ്പോഴെന്തിനാ പുതിയ ഡ്രസ് എടുക്കുന്നേ? ഈദുൽ ഫിത്തർ വരികയല്ലേ, നിങ്ങൾക്ക് ഈദിന് പുതിയ ഉടുപ്പുകളൊക്കെ വേണ്ടേ? ഈദുൽ ഫിത്തറിന് ഇനി ഒരു മാസം കൂടി കഴിയണ്ടേ? ഇപ്പൊ തന്നെ എന്തിനാ വാങ്ങി വെക്കുന്നേ? നോമ്പ് അവസാനാവുമ്പോ വാങ്ങിയ പോരെ? റമളാനിലെ അവസാന നാളുകൾ ഷോപ്പിങ്ങിനുള്ളതാണെന്നാ മോളെ വിചാരം. മക്കളെ, വളരെ പുണ്യകരമായ റമളാനിലെ രാത്രികളും പകലുകളും ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു നല്ല കാര്യങ്ങളിലും മുഴുകാനുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 രാപ്പകലുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടികളിലല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലാണ്. പക്ഷെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് റമളാനിലെ അവസാനത്തെ 10 ഷോപ്പിങ്ങിനുള്ളതാന്നാ. ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ എന്തൊരു തിരക്കാലേ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങുമല്ലോ. ഓ, നിനക്ക് മാത്രല്ല, എനിക്കും വാങ്ങും. നമുക്ക് എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ? അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. പെരുന്നാളിന് നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങി വെക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ ഉപ്പാപ്പ, ഇപ്പൊ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ റമളാൻ നഷ്ടപ്പെടുകയുമില്ല. അതെ അതെ കേട്ടോ ഫാത്തിമ. അല്ലെങ്കിലും കാര്യങ്ങൾ വൃത്തിയായും ഭംഗിയായും ആസൂത്രണം ചെയ്യാൻ അബൂബക്കറിനെ കണ്ടു പഠിക്കണം. അലിമോനെ, ആയിഷമോളെ, ഉഷാറല്ലേ? ഉഷാറാ. നമുക്ക്
ഉപ്പാനേക്കാളും ഉഷാറാവണമേ. ഉം. ഉമ്മ, എനിക്ക് ഈ കുപ്പായം മതി. നല്ല ഭംഗിയുള്ള കളറ്. ഹായ്, എനിക്കിത് ഇഷ്ടായി. നോക്കട്ടെ. കാണാൻ നല്ല ചന്തണ്ട് കേട്ടോ. ഇതെടുക്കാല്ലേ അലി? ഉം. ഈ കുപ്പായോ? അതാ ആ പാൻസും. ആയിഷ, ഉം. നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ഓ, ദാ ഇതൊക്കെ പാക്ക് ചെയ്തോളൂ. ഇനി എന്തെങ്കിലും? ഇത് മതി. ശരി. ഉമ്മ, എനിക്ക് അതും കൂടെ വേണം. ഏത്? ആ കുപ്പായം കൂടെ വേണം. ഒന്നും വാങ്ങിയില്ല അലി. അത് മതി മോനെ. എനിക്ക് അതും കൂടെ വേണം. എന്നാ നമ്മൾ ആദ്യം എടുത്തത് തിരിച്ചു കൊടുത്തിട്ട് പകരം ഇതെടുക്കാം. അല്ല, എനിക്ക് 2 കുപ്പായം വേണം. അലി, ഇപ്പൊ ഒരു ഷർട്ട് മതി. ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങരുത്. വേണോ? എനിക്ക് വേണോ? അലിക്കെന്തു പറ്റി? എന്തിനാ അവൻ പിണങ്ങിയിരിക്കുന്നത്? ദേ, അവന് 2 ഷർട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഇനി അവൻ വിചാരിച്ചത് നടക്കാതെ അവന്റെ വാശി മാറില്ല. നമുക്കിതും കൂടെ വാങ്ങാം. വേണ്ട. കുട്ടികൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് ഓരോന്ന് വാങ്ങിക്കൊടുത്താൽ അവർക്കതൊരു ദുശ്ശീലമാകും. ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തു തരാം. നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ. ഉം. ആഹാ, മോൻ ഇവിടെ ഇരിക്കുകയാണോ? വാ, മോൻ സെലക്ട് ചെയ്ത കുപ്പായ എവിടെ? ഉപ്പ കാണട്ടെ. ഇതാ, ഇതും അതും. നമ്മൾ പെരുന്നാളിന് വേണ്ട ഡ്രസ് എടുക്കാൻ വന്നതല്ലേ? ഉം. മോൻ പെരുന്നാളിന് ഇതിലേത് കുപ്പായ ഇടുന്നത്? ഈ കുപ്പായോ? അപ്പോ ഈ കുപ്പായോ? അതും പെരുന്നാളിന്. ആഹാ, അപ്പോ മോൻ പെരുന്നാളിന് 2 കുപ്പായ ഇട്ടോണ്ടാ പള്ളിയിൽ പോകുന്നത്? അലി ഉപ്പാന്റെ കുട്ടിയല്ലേ? ഉം. നല്ല കുട്ടിയല്ലേ? ഉം. അപ്പോ മോൻ ഇതിലേത് കുപ്പായ വേണ്ടത്? ഇത് മതി. വെരി ഗുഡ്. ഇത് നന്നായി പാക്ക് ചെയ്ത് വെക്കണേ. മോന് പെരുന്നാളിനിടാനുള്ളതാ. ഓ, ഈ അലിമോന്റെ കുപ്പായം എന്തൊരു ഭംഗിയാ. ഓ, ഇതെന്റെയാ, ഇത്താത്ത തൊടണ്ട. പെരുന്നാളിന് അലിമോൻ പുതിയ കുപ്പായം ഇട്ട് പള്ളിയിൽ പോകുമ്പോ നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്നു തരില്ല. നമ്മളിപ്പോൾ ഹിജ്റ മാസത്തിലെ 8ാമത്തെ മാസമായ ശഅബാനിലാണ്. നാളെയാണ് റമളാൻ 1. നാളെ മുതൽ എല്ലാ മുസ്ലിങ്ങളും നോമ്പെടുക്കണം. മുസ്ലിമായ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാണ്. ചെറിയ കുട്ടികൾ നോമ്പെടുക്കണോ? ചെറിയ കുട്ടികൾ കഴിയുന്ന രൂപത്തിലൊക്കെ നോമ്പെടുത്ത് ശീലിക്കണം. എങ്കിലേ വലുതാവുമ്പോൾ പ്രയാസം കൂടാതെ നോമ്പെടുക്കാൻ കഴിയൂ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.
അല്ലാ. ആ, ഇന്ന് പുതിയൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ. എന്താ മോന്റെ പേര്? സാലിം. സാലിം, ഇരുന്നോളൂ. ആ, നിങ്ങളിൽ ആരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്? ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. എല്ലാരും നോമ്പെടുത്തിട്ടുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സ്വർഗം കിട്ടാൻ. ആ, അതെ. നോമ്പെടുക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ? പറഞ്ഞു തരാം. നോമ്പെടുത്താൽ നമുക്ക് നല്ല വിശപ്പനുഭവപ്പെടാറില്ലേ? നോമ്പില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടും. പിന്നെ വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ കളിക്കാൻ പോകും, അല്ലേ? അപ്പോൾ വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിയുന്നേയില്ല. എന്നാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. വെള്ളം കിട്ടാത്തവർ, നല്ല വസ്ത്രങ്ങളില്ലാത്തവർ, അങ്ങനെ പലരും. അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചറിയാനും അവരെ സഹായിക്കണമെന്നുള്ള വിചാരമുണ്ടാവാനും നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കണം. നാം ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതെന്നറിയാമോ? മാതാപിതാക്കളോട്. ആ, അതെ. മാതാപിതാക്കൾ നമ്മെ ഏറെ പ്രയാസപ്പെട്ടാണ് വളർത്തി വലുതാക്കുന്നത്. നമുക്ക് ആഹാരവും ഉടുപ്പുകളും എല്ലാം ഒരുക്കി തരുന്നത് മാതാപിതാക്കളാണ്. നമ്മെ ഏറെ വാത്സല്യത്തോടെ നോക്കി വളർത്തുന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന യാതൊന്നും നമ്മൾ പറയാനോ ചെയ്യാനോ പാടില്ല. അവർ വൃദ്ധരാവുമ്പോൾ അവർക്ക് വേദനയുണ്ടാക്കുന്ന ചെറിയ വാക്കുപോലും പറയരുതെന്നാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നതെന്നറിയാമോ? ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഒരിക്കൽ സത്യവിശ്വാസികളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. അവരുടെ 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആയിഷ ബീവി അവർക്ക് 3 ഈത്തപ്പഴങ്ങൾ കൊടുത്തു. ആ ഉമ്മ 2 എണ്ണം കുട്ടികൾക്ക് കൊടുത്തു. 3-ാമത്തെ ഈത്തപ്പഴവും കയ്യിലെടുക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ അത് കഴിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആ ഉമ്മ എന്തു ചെയ്തെന്നോ? 2 കഷ്ണമാക്കി അതും കുട്ടികൾക്ക് തന്നെ കൊടുത്തു. നല്ല വിശപ്പുണ്ടായിട്ടും ആ ഉമ്മ ഒരു കഷ്ണം പോലും കഴിച്ചില്ല. അത്രയ്ക്ക് വാത്സല്യവും കരുണയുമുള്ള ആ ഉമ്മയ്ക്ക് സ്വർഗമാണുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമുക്കൊരു വിഷമവും വരുന്നത് അവർക്ക് സഹിക്കില്ല. മക്കൾക്ക് നല്ലത് വരണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. നമ്മൾ നല്ലവരായി വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അല്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സൊരുക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉമ്മാ. ആയിഷ, നീ എവിടെ പോയതായിരുന്നു? പറയൂ, താങ്കൾ എന്തിനാണ് ഹനാന്റെ വീട്ടിൽ പോയത് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. പുസ്തകം വാങ്ങാൻ പോയതാ ഉമ്മ. ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ മദ്രസയിലെ സാലിമിനെ പറ്റി. ഞങ്ങൾ അവന്റെ വീട് കണ്ടു. ചെറിയ വീടാ. പാവം കുട്ടിയാട്ടോ സാലിം. അവന് ഉമ്മ മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവന്റെ ഉമ്മ വീട്ടുജോലിക്ക് പോവാറാണത്രേ. അവന്റെ ഉമ്മയാണെങ്കിൽ പനിയായിട്ട് കിടപ്പില്ല. പെരുന്നാളായിട്ട് സാലിമിന് പുതിയ ഉടുപ്പുകളൊന്നും വാങ്ങിയിട്ടില്ല. എവിടെയാ അവന്റെ വീട്? ഹനാന്റെ വീടിന്റെ അടുത്തൂടെ ഒരു ഇടവഴിയില്ലേ, അതിലൂടെ നേരെ പോയാൽ ഒരു ചെറിയ വീട് കാണാം. അവിടെയാ. ഉമ്മ, ഞാൻ പള്ളിയിൽ പോവാ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അലി, അലിയുടെ കുപ്പായും പാൻസൊക്കെ എവിടെ പോയി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എവിടൊക്കെ നോക്കി, എവിടെയും കാണുന്നില്ല. കാണുന്നില്ലേ? ചിലപ്പോ ഇത്താത്ത എടുത്തിട്ടുണ്ടാവും. അന്ന് കാറിൽ വരുമ്പോ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇത്താത്ത ഒളിപ്പിച്ചു വെക്കുന്നേ? അല്ല, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ കുപ്പായും പാൻസൊക്കെ എവിടെ പോയി? ആ കുപ്പായം പെരുന്നാക്കിടാൻ എന്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ. അലി, അലമാറയിലെ കുപ്പായം എവിടെ പോയി? ഉപ്പയോട് പറ മോനെ. ഞാനത് കൊടുത്തു. കൊടുത്തെന്നോ? ആർക്ക്? സാലിമിന്. സാലിമിനോ? എന്തിന്? സാലിം പാവല്ലേ, അവന് പെരുന്നാളിന് കുപ്പായം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്റേത് കൊടുത്തു. പുതിയ കുപ്പായോ? നമുക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നല്ലേ? ഉപ്പാന്റെ പൊന്നുമോൻ. അലി, അപ്പോ ഇനി നാളെ ഏത് കുപ്പായിടും? എനിക്ക് പഴയത് മതി. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ആഹാ, അകത്തേക്ക് വന്നോളൂ. അലിമോനെ. അലി ആളും മിടുക്കനാ കേട്ടോ. ഇപ്രാവശ്യം സാലിമോന് പെരുന്നാളിനിടാനുള്ള ഡ്രസ്സ് അലിമോന്റെ വകയാ. ഉപ്പൂപ്പ എങ്ങനെ അറിഞ്ഞു? ഞാൻ സാലിമിന്റെ വീട്ടിൽ പോയിരുന്നു പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ. സാലിമിന്റെ ഉമ്മ എല്ലാം പറഞ്ഞു. അലിമോൻ വന്നതും ചങ്ങാതിക്ക് കുപ്പായം സമ്മാനം കൊടുത്തതും എല്ലാം. അപ്പോ സാലിമിനൊരാഗ്രഹം, അവന് വേണ്ടി ഞാൻ വാങ്ങിയ കുപ്പായം അവന് തന്നെ അലിക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് അവനെയും കൂട്ടി വന്നതാ. അലിമോൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള കുപ്പായം സാലിമോന് കൊടുത്തില്ലേ? എത്ര നല്ല കുട്ടിയാ നമ്മുടെ അലിമോൻ. ഇപ്രാവശ്യം ഉപ്പാനെ തോൽപ്പിച്ചിരിക്കുന്നു അലി. ഈ റമളാനിൽ അലിമോൻ വലിയ പുണ്യം നേടിയിരിക്കുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അലിമോനെ, തുറന്നു നോക്ക്. മാഷാ അല്ലാഹ്. ഈ കുപ്പായത്തിനല്ലേ അലി അന്ന് വാശി പിടിച്ചിരുന്നേ? ആ, ഇത് തന്നെ. സാലിം, ഒരു കാര്യം കേൾക്കണോ? സാലിമിനെ എനിക്ക് വലിയ ഇഷ്ടാ.
شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون